നമസ്കാരം. എൻ്റെ ഒരു രസകരമായ അനുഭവ കഥ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ പ്രായം മാത്രമേ ഉണ്ടാവൂ. ഒരു 40-45 വയസ്സിനകത്തെ അദ്ദേഹത്തിന് പ്രായം ഉണ്ടാവും. അദ്ദേഹം മീഡിയ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. പത്ര മേഖലയാണ്. അറിയപ്പെടുന്ന ഒരു പത്രത്തിൽ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് മരണമടഞ്ഞു. അതും ഈ പറയുന്നത് പോലെ അധികം പ്രായമൊന്നുമില്ലാത്ത 45-50 പ്രായമുള്ള ഒരു മധ്യവയസ്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും ഒരംഗത്തെ പോലെയാണ് അദ്ദേഹം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മുഴുവൻ, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റായി പോലും അലങ്കരിച്ച, അങ്ങനെ ഒരു പദവി പോലും അലങ്കരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ ഒരു ജനപ്രീതി എത്രമാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് ജനബാഹുല്യമായിരുന്നു ആ പട്ടണം നിറയെ, ഞങ്ങളുടെ അഞ്ചൽ എന്ന് പറയുന്ന ആ ഗ്രാമം നിറയെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്തയും കാര്യങ്ങളും ഒക്കെ കവറപ്പ് ചെയ്തത് എൻ്റെ ഈ സുഹൃത്താണ്. അദ്ദേഹം ഒരു നല്ല മനസ്സോടുകൂടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതൊരു തമാശയായി മാത്രം കണ്ടാൽ മതി. ഒരുപക്ഷെ എൻ്റെ ഈ സുഹൃത്ത് ഇത് കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിനും ഇത് ഫീൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കരുതലോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനും ഒരു തമാശയായി മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ ദിവസവും എനിക്ക് ഗുഡ് മോർണിംഗ് വാട്സപ്പ് വഴി അയക്കുകയും ഞാൻ മറുപടി അയക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഈ മരണമൊക്കെ കഴിഞ്ഞ്, ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്താണ് ഞാൻ താമസം. ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോയിരുന്നു, ഇതിലൊക്കെ പങ്കെടുത്തു, തിരികെ വന്നു. അപ്പോൾ ഈ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അണ്ണനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത്, ഞാൻ ഒരു 14-ാം വയസ്സിൽ മിമിക്രി കലാകാരനായിട്ടാണ് എൻ്റെ കലാജീവിതത്തിലേക്കുള്ള കടന്നുവരവ്. അത് കഴിഞ്ഞ് ബാലരംഗം, ഇതൊക്കെ കഴിഞ്ഞ് കൊല്ലം തപസ്യ എന്ന ഒരു നാടക സമിതിയിൽ കോമഡി ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു, കോമഡി നടനായിട്ട്. അത് കഴിഞ്ഞ് കൊല്ലം മേധ എന്ന് പറയുന്നൊരു സമിതിയിൽ കോമഡി നടനായി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു, ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഒപ്പം ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ ഒരുപാട് സീരിയലുകളും അത്യാവശ്യം കുറേ സിനിമകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു കലാകാരൻ എന്ന ലെവലിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കവറപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കവറപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അണ്ണനൊന്നും മരിച്ചു കിട്ടിയാൽ മാത്രം മതി. അതിനാണ് ഈ കോമഡി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരാൾ എത്രയും വേഗം മരിച്ചു കിട്ടണമേ എന്ന് ആരും ആഗ്രഹിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സുഹൃത്തും ആഗ്രഹിക്കത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് നല്ല മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നു, ഇത്രയും നല്ലൊരു കവറപ്പ് കൊടുക്കണം, അതിനുവേണ്ടി എല്ലാം ഞാൻ ചെയ്തു വെക്കണം, അങ്ങനെയൊക്കെ തോന്നിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്.